പുറപ്പാട് അധ്യായം 12. ഇസ്രായേൽ ജനങ്ങളുടെ വിടുതലിൻ്റെ ആരംഭമായി ചരിത്രത്തിൽ എഴുതപ്പെട്ട അധ്യായമാണ് പുറപ്പാട് അധ്യായം 12. കർത്താവ് മോശയോടും അഹരോനോടും പറയുന്നു, ഇന്നു മുതൽ ഈ മാസം ഇസ്രായേൽ ജനങ്ങൾക്ക് വർഷത്തിൻ്റെ ആദ്യ മാസമായിരിക്കുമെന്ന്. ഒരു പൂർണ്ണവും കുറ്റമില്ലാത്തതുമായ കുഞ്ഞാടിനെ ഓരോ കുടുംബവും തിരഞ്ഞെടുത്ത് അവരുടെ വീടുകളിൽ സൂക്ഷിക്കണം. അർദ്ധരാത്രിയിൽ ആ കുഞ്ഞാടിനെ അറുത്ത് അതിൻ്റെ രക്തം വീടുകളുടെ വാതിൽ തൂണുകളിലും മേൽക്കൂരയിലും പുരട്ടണം. രക്തം കണ്ടാൽ നാശം വരുത്തുന്ന ദൂതൻ ആ വീടുകൾ കടന്നുപോകും. കുഞ്ഞാടിൻ്റെ മാംസം പുളിയില്ലാത്ത അപ്പത്തോടും കയ്പുള്ള ചീരകളോടും കൂടി വേഗത്തിൽ ഭക്ഷിക്കണം. യാത്രയ്ക്ക് തയ്യാറായ നിലയിൽ ഇത് കർത്താവിൻ്റെ പെസഹയാണ്. അർദ്ധരാത്രിയിൽ ഈജിപ്തിലെ എല്ലാ ആദ്യജാതരും മരിക്കുന്നു. ഈജിപ്റ്റ് ദേശമാകെ വലിയ നിലവിളി ഉയരുന്നു. അപ്പോൾ ഫറവോൻ മോശയെ വിളിച്ച് പറയുന്നു, നിങ്ങൾ ഉടൻ പുറപ്പെടുക. ഇസ്രായേൽ ജനങ്ങൾ ദൈവത്തിൻ്റെ വാഗ്ദാനം അനുസരിച്ച് ഈജിപ്റ്റ് ദേശം വിട്ടുപോകുന്നു. 430 വർഷത്തെ അടിമത്തത്തിന് ഇവിടെ അവസാനം കുറിക്കപ്പെടുന്നു. കർത്താവ് കൽപ്പിക്കുന്നു, ഈ പെസഹ ഉത്സവം തലമുറ തലമുറയായി ഓർമ്മയ്ക്കായി ആചരിക്കണം. ഈ അധ്യായം നമ്മെ പഠിപ്പിക്കുന്നത് ഇതാണ്: രക്തം രക്ഷയുടെ അടയാളമാണ്. അനുസരണം വിടുതലിലേക്കുള്ള വഴിയാണ്. ദൈവത്തിൻ്റെ സമയം എപ്പോഴും പൂർണ്ണമാണ്. നന്ദി, നമസ്കാരം. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.